ചെന്നൈയിൽ നിന്ന് കാവ്യയുടെ അച്ഛൻ്റെ മൃതദേഹം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരുന്നു. കാവ്യയുടെ സഹോദരൻ നാട്ടിലെത്തുന്ന സമയത്ത് തന്നെ അതും എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിരുന്നത്. ഇന്നലെ മുഴുവൻ ചെന്നൈയിലെ ആശുപത്രിയിൽ മോർച്ചറിയിൽ തന്നെയായിരുന്നു മാധവന്റെ മൃതദേഹം. ഇവരെല്ലാവരും ഇപ്പോൾ കൊച്ചിയിൽ ആവശ്യമുള്ള കാര്യങ്ങളും ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ഒരുക്കുന്ന തിരക്കിൽ തന്നെയാണ് എന്ന് പറയാം. അതിൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ് ഇപ്പോൾ കാവ്യയും. കാവ്യയ്ക്ക് നല്ല വിഷമമുണ്ട്. എന്നാലും അത് ഒട്ടും മറച്ചു വെക്കാനാകാതെ തന്നെ മുഖത്ത് കാണാനും സാധിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അവിടെ എല്ലാവരോടും സംസാരിക്കുകയും ചടങ്ങിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്ന തിരക്കിലുമാണ് കാവ്യ എന്ന് പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പ്രേക്ഷകരും ഇത് തന്നെയാണ് മനസ്സിലാക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. ആരാധകർ മനസ്സിലാക്കുന്നതും ഇത് തന്നെയാണ്. കാരണം നിരവധി പേർക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഉത്തരം ലഭിക്കുന്നുണ്ട്. കാവ്യയ്ക്ക് എന്തുമാത്രമായിരുന്നു ആ അച്ഛനോടുള്ള സ്നേഹമെന്ന് തന്നെയാണ് മനസ്സിലാകുന്ന ഏറ്റവും വലിയ ഉത്തരം. അച്ഛൻ്റെ മരണം ഇപ്പോൾ കാവ്യയെ തകർത്തിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ തകർന്നിരിക്കാൻ ആകില്ല. സഹോദരൻ എത്തുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ കാവ്യയ്ക്ക് പിടിച്ചു നിന്നേ മതിയാകൂ. കാവ്യയുടെ ജീവിതത്തിൽ തന്നെ പല സംഭവങ്ങളും ഇപ്പോൾ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കാവ്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് കടന്നു പോകണം. അപ്പോഴൊക്കെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. ദിലീപുമായിട്ടുള്ള പ്രശ്നങ്ങളായാലും അല്ലെങ്കിൽ ദിലീപ് ജയിലിൽ പോയ സമയത്ത് നേരിട്ട സംഭവങ്ങളെല്ലാം കാവ്യ ഒറ്റയ്ക്കല്ലായിരുന്നു. കാവ്യയുടെ പിന്നാലെ ഈ പറയുന്ന ഏറ്റവും വലിയ നെടുംതൂണായ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതും പ്രേക്ഷകർ പറയുന്നതും ഇക്കാര്യങ്ങൾ വളരെയധികം ശരിയാണ് എന്ന് തന്നെയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇപ്പോൾ കാവ്യ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം കാണാൻ സാധിക്കുന്നു. കാവ്യ അങ്ങനെ ചെയ്യുമ്പോൾ ദിലീപും തടുക്കുന്നില്ല. മീനാക്ഷിയും ഒപ്പം നിൽക്കുന്നുണ്ട്. കാവ്യ എന്ത് ചെയ്യുന്നു അതിനെല്ലാം തന്നെ കൂടെ മീനാക്ഷി നിൽക്കുന്നതാണ് എല്ലാത്തും കാണാൻ സാധിക്കുന്നത്. അത്രമാത്രമാണ് ആ മകളെ ലഭിച്ച ഭാഗ്യം കാവ്യയ്ക്കുള്ളത്. കാവ്യ ശരിക്കും പ്രസവിച്ച ഒരു കുട്ടിയല്ല മീനാക്ഷി എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ മീനാക്ഷി നിന്ന് ഇന്നലെ മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത്രയേറെ സൂക്ഷ്മതയോടെയാണ് മീനാക്ഷി എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. കാവ്യയുടെ യഥാർത്ഥ മകൾ തന്നെയാണ് എന്ന് വിശേഷിപ്പിക്കണം. ആ രീതിയിൽ തന്നെയാണ് അവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ മീനാക്ഷി നിൽക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇപ്പോൾ നല്ലത് മാത്രമാണ് പ്രതികരിക്കുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ്. കാവ്യ എല്ലാം മറന്ന് സങ്കടങ്ങളെല്ലാം മാറ്റിവെച്ച് ഇപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ മാത്രമാണ്. അച്ഛന് നല്ല രീതിയിൽ യാത്രയയപ്പ് നൽകണം. ചടങ്ങുകളെല്ലാം നന്നായി നടത്തണം. അച്ഛനൊരു കുറവും സംഭവിക്കാൻ പാടില്ല. ഏട്ടൻ വരുമ്പോൾ എല്ലാം ശരിയാക്കി വെക്കണം. ഇതാണ് ഇപ്പോൾ കാവ്യയുടെ മനസ്സിൽ ആകെയുള്ളത്. അതിൻ്റെ പിന്നാലെ തന്നെയാണ് കാവ്യ ഓടുന്നതെന്നും പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.